കാത്തൂസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു പാറ്റേൺ വെച്ച് ബ്ലൗസ് വെട്ടുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് പാറ്റേൺ വെട്ടിയത് വെച്ച് ബ്ലൗസ് വെട്ടാം. 36 ചെസ്റ്റിൻ്റെ ബ്ലൗസാണ് വെട്ടുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ബാക്കിൻ്റെ പാറ്റേണാണ് വയ്ക്കുന്നത്. ബാക്കിൻ്റെ പാറ്റേൺ വെച്ച് നമുക്ക് വരയ്ക്കാം. ബാക്കിൻ്റെ പാറ്റേൺ വെച്ച് അതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്ന പോലെ തന്നെ വരയ്ക്കുക. വ്യത്യാസം വരുത്താതെ വരച്ചു. അടുത്ത് നമുക്ക് ഫ്രണ്ട് ഇങ്ങനെ വയ്ക്കാം. ഇവിടെ നമുക്കൊരു സ്വല്പം ഈ വര മതി നമുക്ക് കട്ടിങ്ങിൻ്റെ നീളം. അപ്പോൾ ഇവിടെ നീട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ച് ഇറക്കി വെക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് പടിക്കെടുക്കാം. അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുക. അതും വരയ്ക്കുക. ഫ്രണ്ട് കഴുത്ത് വരച്ച് ബാക്കി പാറ്റേണിൻ്റെ വരച്ച് പൂർത്തിയാക്കുക. നമുക്കിങ്ങനെ വരയ്ക്കുമ്പോഴേക്കും നമുക്ക് തയ്ക്കാനായിട്ട് എളുപ്പം കിട്ടും. പെട്ടെന്ന് പാറ്റേൺ ഇരിക്കുന്നത് പെട്ടെന്ന് എടുത്ത് വെട്ടുമ്പോഴത്തേക്കും അളന്നെടുത്ത് വെട്ടിയെടുക്കേണ്ട ആവശ്യമില്ല. സ്ഥിരം തരുന്നവരുടെ പാറ്റേണൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെയാണ് വെട്ടുന്നത്. അപ്പോൾ ഫ്രണ്ടായി. അപ്പോൾ നമുക്കിനി ഇവിടെ കട്ടിങ്ങും കൂടെ വരച്ചിടാം. ഇതാകുമ്പോൾ നമുക്ക് അധികം തുണി പോകാതെ കട്ട് ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ ഇനി നമുക്കത് വെട്ടിയെടുക്കാം. വെട്ടുമ്പോൾ ഇവിടുന്ന് കുറച്ച് മേളിലോട്ട് കയറ്റി വെട്ടുക. അതിനുശേഷം നമുക്ക് അത് പടിക്കായിട്ട് എടുക്കാൻ പറ്റും. ഈ കട്ട് ചെയ്തെടുക്കുന്നത് നമുക്ക് കട്ടിങ് ഫ്രണ്ട് വെക്കാം. ഫ്രണ്ട് നമ്മൾ കട്ടിങ് വെട്ടിയെടുക്കാം. ഇതിൻ്റെ കട്ടിങ്ങിൻ്റെ കട്ടിങ് വേസ്റ്റെല്ലാം മാറ്റാം. ബാക്കി വെട്ടി കട്ടിങ് രണ്ടെണ്ണം കിട്ടി. ഇങ്ങനെ ചെരിഞ്ഞൊന്ന് വെട്ടുന്നതിൻ്റെ ഒരു സൗകര്യം വരും. നേരെ വീഡിയോ എടുക്കാൻ വേണ്ടി വെട്ടുന്നതുകൊണ്ട് ഇങ്ങനെ ഒന്ന് വെട്ടുന്നത്. ഫ്രണ്ടും വെട്ടി. ഇനി നമുക്ക് ഇതിൽ നിന്ന് കൈ വെട്ടിയെടുക്കാം. ഇത് നമുക്ക് പടിക്കായിട്ടെടുക്കാം. ബാക്കി ഫ്രണ്ട് വശം നമുക്ക് കുഴിച്ച് വെട്ടേണ്ടതാണ്. ഇത് പടിക്കെടുക്കാം. ഇനി അടുത്ത് നമുക്ക് കൈക്ക്
പടിക്കുള്ളത് ഒരു 1.5 ഇഞ്ചോളം മടക്കി കേക്ക് 1.5 ഇഞ്ച് മടക്കിയിട്ടതിന് ശേഷം നമുക്ക് ബാക്കി കൈ കാട്ടാം. കൈ നമുക്കൊരു 9 ഇഞ്ച് എടുക്കാം. അപ്പോൾ 8.5 ഇഞ്ച് മതി കൈയുടെ ഇറക്കം. നമുക്ക് മേളിലൊരു സ്വല്പം തയ്യൽ തുമ്പൂടെ പോകുമല്ലോ, അപ്പോൾ നമുക്കൊരു 8.25 എടുക്കാം. ഇവിടെയും 8.25 എടുക്കാം. അവിടെ നിന്ന് താഴേക്ക് കൈ അടയാളപ്പെടുത്തി ഇട്ടുക. കൈയുടെ ഷേപ്പ് ശരിക്ക് വരച്ചെടുക്കാം. ഇവിടുന്ന് വണ്ണം നമുക്കൊരു 7.5 മതി. 7.5-ൽ കെട്ടിയെടുക്കാം നമുക്ക്. കൈയും വെട്ടി. ഇനി നമുക്ക് ഇതേന്നാണ് ഒരു ക്രോസ് പീസ് എടുക്കണം. 2 പടി, ഈ പടി രണ്ടും അങ്ങ് എടുക്കാം. പടിക്കെടുക്കാം. പിന്നെ നമുക്ക് ഇത് ക്രോസ് പീസ് ഇവിടെ നിന്ന് എടുക്കാം. ക്രോസ് പീസിന് നമുക്ക് ആ ഒരു കഷ്ണം മാറ്റിയാൽ മതി. ഇത് 2ആയിട്ട് മടക്കിയിട്ടേക്കുന്നതാണല്ലോ. അപ്പോൾ ഇവിടെ നിന്ന് ഒരു പീസ് നമുക്ക് ക്രോസ് പീസിന് മാറ്റാം. ഇത് വരുന്നത് ക്രോസ് പീസിന് മാറ്റാം. ക്രോസ് പീസ് നമ്മൾ തയ്ക്കാൻ നേരം എടുത്താൽ മതി. പിന്നെ നമുക്ക് ഇതിൽ നിന്ന് 2 ഇത് നമുക്ക് 2 കട്ടിങ്ങും കൂടി എടുത്ത് കട്ടിങ് ഒരു കട്ടിങ് നമുക്ക് വേറെ അഡീഷണൽ വെക്കണം. ബാക്കി പടി എല്ലാം ആയിട്ടുണ്ട്. ആ ഒരു പീസ് നമുക്ക് ക്രോസ് പീസ് ഫ്രണ്ടിലേക്കുള്ള ഒരു പടിയും കൂടി എടുക്കാൻ പറ്റും. അപ്പം നമ്മുടെ ബ്ലൗസിൻ്റെ പാറ്റേൺ വെച്ച് വെട്ടുമ്പോൾ നമുക്ക് പെട്ടെന്ന് വെട്ടിയെടുക്കാൻ പറ്റും. ഇത് ബാക്ക്, ഫ്രണ്ട്, അതുപോലെ കൈ. ഇത് നമുക്ക് ഒരു പടി ഫ്രണ്ടിൽ വയ്ക്കാനുള്ള ഒരു പടി, ഇത് ബാക്കിൽ വയ്ക്കാനുള്ള പടിന്. ഇത് കട്ടിങ് 2 കിട്ടിയിട്ടുണ്ട്. നമുക്ക് 4 കിട്ടി. ഇനി 2 കട്ടിങ് കൂടി വേണം. അത് വേറെ ഏതെങ്കിലും തുണിയാണ് എടുക്കാം കട്ടിങ്. പിന്നെ ഇത് നമുക്ക് ക്രോസ് പീസും എടുക്കാം. ഫ്രണ്ടിലേക്ക് ഒരു ചെറിയ പടിയും കൂടി എടുക്കാം. അതിനുള്ള തുണിയുണ്ട് ഇത്. അപ്പോൾ നമുക്ക് ബ്ലൗസിൻ്റെ വെട്ട് കഴിഞ്ഞു. നമുക്കിനി ഒരു ടോപ്പും കൂടി വെട്ടാം. അതിന് ടോപ്പും പാറ്റേൺ വെച്ച് വെട്ടുന്നത് ഞാൻ കാണിച്ചിരുന്നു. അപ്പോൾ നമുക്ക് പാറ്റേൺ വെക്കാതെ തന്നെ ഒരു ടോപ്പ് കൂടി ലൈനിങ്ങിൽ വെട്ടാം. നമുക്ക് ലൈനിങ് വെച്ചിട്ട് നല്ല തുണിയിൽ വെട്ടാം.
നമ്മൾ തയ്ച്ച് കഴിയുമ്പോൾ 42 ലെങ്ത് വേണ്ട ടോപ്പാണ്. വേണ്ടപ്പോൾ നമുക്ക് ഒരു 40 ഇട്ടാൽ മതി. എന്ന് വെച്ചാൽ ലൈനിങ് ആകുമ്പോഴത്തേക്കിന് ഇതിനെ കഴിഞ്ഞ് കുറച്ചുകൂടി ഇറങ്ങി നിന്നാൽ മതിയല്ലോ, കയറി നിന്നാൽ മതി. അപ്പം നമുക്ക് 42 44 42 തയ്ച്ച് കഴിയുമ്പോൾ വേണ്ടത്. അപ്പോൾ നമുക്കിതൊരു 40 എടുക്കാം. ചെസ്റ്റ് 38. അപ്പോൾ ഷോൾഡർ നമുക്ക് 7 വയ്ക്കാം. ഷോൾഡർ 7, താഴേക്ക് 7, കൈക്കുഴി 7 വരച്ചു. ഇവിടെ നിന്ന് നമുക്ക് ചെസ്റ്റ് അളക്കാം. അപ്പോൾ 38 ആകുമ്പോൾ 9.5 നമുക്ക് വരുന്നത്. പിന്നെ 1 ഇഞ്ച് ലൂസ്, പിന്നെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ്. അപ്പോൾ നമുക്ക് മൊത്തം 9.5, 1 10.5, 6 11, 1 12 നമുക്ക് വരും. ഇവിടെ 9.5, 1 ഇഞ്ച് ലൂസ്, അപ്പോൾ നമുക്ക് 12 വേണം. 9.5, 1 ഇഞ്ച് ലൂസ്, 1.5 ഇഞ്ച് തയ്യൽ തുമ്പ്. അപ്പം വേസ്റ്റ് വിട്ട് വരുമ്പോൾ വേസ്റ്റ് ലെങ്ത് നമുക്ക് 13. വേസ്റ്റ് വിട്ട് വരുന്നത് 33.5. അപ്പം 33.5 ആകുമ്പോൾ നമുക്ക് 8.5 വേണ്ടത്. 8.75 വേണം. ഇവിടെ 4-1, 8.75. അതുപോലെ 1 ഇഞ്ച് ലൂസ്, 1.5 ഇഞ്ച് തയ്യൽ തുമ്പ്. അതോടാണ് പറ്റി. പിന്നെ നമുക്ക് അടുത്ത് വേണ്ട സ്ലിറ്റ് നമുക്കൊരു 20. സ്ലിറ്റ് വിട്ട് 38.5. അതും ഇവിടെ ഒരു 9.75. പിന്നെ നമുക്കൊരു 1.25 ഇഞ്ച് ലൂസും കൂടെ ഇട്ടാം. അപ്പോൾ സ്ലിറ്റ് സ്വല്പം ലൂസ് വേണം. സ്ലിറ്റിന് ലൂസ് വേണം എന്നുള്ളതനുസരിച്ച് നമുക്ക് അവിടെ ലൂസ് ഇടേണ്ടതാണ്. കുറച്ച് മതിയെന്നുള്ളവർക്ക് 1 ഇട്ടാൽ മതി. അപ്പോൾ നമുക്കിവിടെ ആൾക്ക് ഇച്ചിരി ലൂസ് വേണം സ്ലിറ്റിന്, അതുകൊണ്ട് നമ്മൾ കുറച്ച് ലൂസ് ഇട്ടിരിക്കുകയാണ്. ഇനി ഇത് ഇവിടുന്ന് താഴേക്ക് യോജിപ്പിക്കുക. ഇവിടെ നമുക്കൊരു ഫ്ലെയർ വേണ്ടത്, ഒരു 14 ഫ്ലെയർ വേണ്ടത്. അപ്പോൾ തയ്ച്ച് കഴിയുമ്പോഴത്തേക്കിനും ഒരു 25 ഒക്കെ മതിയാകും. നമുക്ക് ഇവിടെ കട്ട് ചെയ്യുന്നുണ്ട്, അവിടെ വെച്ച് നമുക്കത് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് കട്ട് ചെയ്യേണ്ടത് ഇവിടെ ആണെങ്കിൽ നമുക്ക് തയ്ച്ചെടുക്കേണ്ട ഇതാണ്. തയ്ച്ചെടുക്കുമ്പോൾ ഇങ്ങനെ ഇങ്ങോട്ട് തയ്ച്ച് കൊണ്ടുപോകണം. എന്നിട്ട് ഇവിടെ നമുക്ക് മടക്കി തയ്ക്കണമല്ലോ, മടക്കി തയ്ച്ച് ഇങ്ങനെ കൊണ്ടുപോകണം. അപ്പോൾ നമുക്കത് വെട്ടിയെടുക്കാം. കൈക്കുഴി കൂടി വരയ്ക്കണം. കൈക്കുഴി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം.
ഇപ്പം ടോപ്പിൻ്റെ ഫ്രണ്ടും ബാക്കും ഒരുമിച്ചിട്ട് കട്ട് ചെയ്ത് എടുത്തു. ഇപ്പോൾ നമുക്ക് കഴുത്തൊക്കെ തയ്ക്കാൻ നേരം വക്രം വെച്ചിട്ടാണ് കഴുത്ത് തയ്ക്കുന്നത്. നെക്ക് നെക്ക് വക്രത്തേൽ വെട്ടിയെടുത്ത് ആണ് ചെയ്യുന്നത്. അപ്പം അതുപോലെ തന്നെ ഇതാണ് അതിൻ്റെ ശരിക്കുള്ള തുണി. ശരിക്കുള്ള തുണിയിലേക്ക് ഫ്രണ്ടും ബാക്കും വെട്ടിയെടുക്കണം. ഇത് ഫ്രണ്ടിനുള്ളത്, ഇത് ബാക്കിനുള്ളത്. ഫ്രണ്ടിനുള്ളതിൽ കുറച്ച് വർക്കൊക്കെ ഉണ്ട്. അത് നോക്കി വേണം അന്നേരം നമുക്കത് കട്ട് ചെയ്യാനായിട്ട്. ഇത് ഫ്രണ്ടിനുള്ളത് ഇത്. നമുക്ക് ഇത് ഫ്രണ്ടും ബാക്കും വെവ്വേറെ ആക്കി വേണം ഇതതുകൊണ്ട് വെട്ടിയെടുക്കാനായിട്ട്. ഇത് മാറ്റിയിട്ടു. ഇപ്പോൾ നമുക്കിത് ഫ്രണ്ട് ഇതുപോലെ തന്നെ വെച്ചിട്ട് വെട്ടിയെടുക്കാം. ഇതിൻ്റെ നടുക്കൊരു തയ്യൽ ഡിസൈനൊക്കെ ഉള്ളതുകൊണ്ട് രണ്ടും കറക്റ്റ് രണ്ട് സൈഡിലേക്ക് ഒരുപോലെ ആകത്തക്ക വിധത്തിൽ മടക്കി വെച്ചിട്ട് വേണം നമുക്കിത് വയ്ക്കാനായിട്ട്. ഇതുപോലെ വെച്ച് നമുക്ക് ഇറക്കം വേണ്ടത് 44 42 42 ആകുമ്പോൾ ഇതിന് പടിയൊക്കെ മടക്കി അടിച്ചേക്കുന്നതുകൊണ്ട് നമുക്ക് അധികം സാധാരണ തയ്ക്കുന്ന മാതിരി അങ്ങോട്ട് ഒഴുക്കം തുണിയാണ്. നമുക്ക് 2 എണ്ണം വേണ്ട, ഒരെണ്ണം വെച്ച് കിട്ടിയാൽ ഈ ഒരെണ്ണം വെച്ചാൽ മതി. അങ്ങനെ 2 കൂടി വെക്കുമ്പോഴത്തേക്ക് നമുക്ക് വീണ്ടും വ്യത്യാസം വരും. ഒരെണ്ണം വെച്ചാൽ മതി. നമുക്ക് 42 വേണം. അപ്പോൾ ഒരു 45 വരും. അത്ര വേണ്ട നമുക്ക്. അപ്പോൾ അത് കുറച്ചും കൂടിയും താത്തി വെച്ചിട്ട് 40 മേളിൽ കുറച്ച് തയ്യത്തും പോകുമല്ലോ. അപ്പം ഒരു 43 ആക്കി വെച്ചിട്ട് നമുക്ക് തയ്ക്കാം, വെട്ടാം. ഇത് വെട്ടിയെടുക്കാം. ഇങ്ങനെ ഇട്ടുമ്പോൾ നമുക്ക് കൈക്ക് അതിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ കട്ട് ചെയ്തു സെപ്പറേറ്റ് ആയതുകൊണ്ട് നമ്മുടെ ടോപ്പിൻ്റെ ശരിക്കുള്ള തുണിയും വെട്ടിയെടുത്തു. ഇനി അതിൻ്റെ ബാക്കി കൂടി നമുക്ക് വെട്ടിയെടുക്കാം. നല്ല ഭംഗിയുണ്ട്, നല്ല കളറുമാണ്. നമുക്ക് ബാക്കിയും കൂടി വെട്ടിയെടുക്കാം. ബാക്കി വെട്ടിയെടുക്കുമ്പോൾ മറ്റേ ഇട്ട പോലെ നമുക്ക് ഒരുമിച്ച് ഇട്ട് കെട്ടണ്ട. ഒരുമിച്ചിട്ട് കെട്ടാതെ എടുക്കുകയാണെങ്കിൽ അപ്പുറം സൈഡിൽ ബാക്കി വരുന്ന തുണിയിൽ നമുക്ക് കൈയെടുക്കാൻ പറ്റും. അല്ല നേരെ മടക്കി ഇട്ട് കഴിയുമ്പോഴേക്ക് നമുക്ക് കൈക്ക് തുണി കട്ട് ചെയ്ത് പോകും. ഇതാകുമ്പോൾ നമുക്ക് കട്ട് ചെയ്യാതെ കിട്ടും കൈ വയ്ക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഇത് 42 വേണ്ടത്. അപ്പോൾ ഇത് നമുക്ക് മറ്റേതിനേക്കാൾ കൂട്ടിയിടണം. എന്താണെന്ന് വെച്ചാൽ ഇതിനടിയിൽ നമുക്ക് മടക്കി തയ്ക്കണം. ഫ്രണ്ടിനാകുമ്പോൾ നമുക്ക് അടിയിലേക്ക് മടക്കി തയ്യൽ വരുന്നില്ല. അതുകൊണ്ട് 43 42 എന്നുള്ളത് 43 എടുത്തോളൂ. അപ്പോൾ ഇത് നമുക്ക് അതുപോലെ ഇത് കുറച്ചുകൂടി ഇറക്കിയിട്ട് എടുക്കണം. അപ്പോൾ 40
ഇച്ചിരി മേലിലോട്ട് കയറ്റിയിടാം. തുണി ഉണ്ടല്ലോ, അപ്പോൾ നമുക്ക് ഇച്ചിരി കൂടെ മേലിലോട്ട് കയറ്റിയിടാം. ഇത് വെട്ടുമ്പോൾ 44 ഇട്ട് വെട്ടാം. ഉടക്കി അടിക്കണം, തയ്യൽ തുമ്പ് പോകും. രണ്ടും കൈയുടെയും നമ്മുടെ ടോപ്പിൻ്റെ ഫ്രണ്ട് ഭാഗമൊക്കെ കൈക്കുഴി നമുക്ക് ഇറക്കി വെട്ടിയെടുക്കണം. നമുക്ക് സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ. അപ്പോൾ ടോപ്പിൻ്റെ ഫ്രണ്ടും ബാക്കും വെട്ടി, ടോപ്പിൻ്റെ ഫ്രണ്ടും ബാക്കുമായി. ശകലം കളർ വ്യത്യാസമുള്ള തുണിയാണ്, എന്നാലും അടിയിൽ വയ്ക്കുമ്പോൾ അറിയത്തില്ല, അതുകൊണ്ട് പിന്നെ സാരമില്ല. പിന്നെ നമുക്ക് ഇതിൻ്റെ കൈ കൂടെ വെട്ടിയെടുക്കണം. കൈ വെട്ടിയെടുക്കാം. കൈ വെട്ടുമ്പോൾ കൈക്ക് ലൈനിങ് വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് കൈക്ക് ലൈനിങ് വെക്കേണ്ട ആവശ്യമില്ല. കൈക്ക് ലൈനിങ് വേണമെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ലൈനിങ് വെച്ചാൽ മതിയല്ലോ. ഇതിലിപ്പോൾ ലൈനിങ് വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് നമ്മൾ കൈക്ക് ലൈനിങ് വെക്കുന്നില്ല. അപ്പോൾ ഇത് കിട്ടുന്ന ഇറക്കം എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത്ര ഇറക്കം കിട്ടും. അപ്പോൾ ആ കിട്ടുന്ന ഇറക്കം നമുക്കെടുക്കാം. ഭയങ്കര പാടാണ്, പൊങ്ങിയിരിക്കും തുണി ഉണ്ടല്ലേ. ഇത് തയ്ച്ച് പിടിപ്പിച്ച് വരുമ്പോൾ നല്ല പാടാകും. ഇത് കൈ 12 കിട്ടും. ആ 12 എടുത്തേക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെയും 12 അടയാളപ്പെടുത്താം. അപ്പോൾ ഇങ്ങോട്ട് അടയാളപ്പെടുത്തി ബ്ലൗസിനൊക്കെ തയ്ച്ച പോലെ തന്നെ ഇങ്ങോട്ട് ഇട്ടു. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു 7.5 മതിയാവുള്ളൂ. അപ്പോൾ നമുക്ക് കൈ വെട്ടിയെടുക്കാം. അപ്പോൾ നമ്മൾ കയ്യും വെട്ടിയെടുക്കും. ഇത് കൈ തയ്ക്കാൻ നേരം ഇറക്കി വെട്ടിയാൽ മതിയാവും. അത് ഈ തുണിയും കൂടെ ആയതുകൊണ്ട് നമുക്ക് ഭയങ്കര പാടാണ്. അങ്ങനെയെങ്കിലും തയ്ച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ടോപ്പിനുള്ളൊന്ന് റെഡിയായി. നമ്മുടെ ബ്ലൗസിനുള്ളതും റെഡിയായി. ബ്ലൗസാണല്ലോ വെട്ടാനായിട്ട് കുറച്ചുകൂടി പാടുള്ളത്. എന്നാൽ നമുക്ക് ഇതുപോലെ പാറ്റേൺ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പം പാറ്റേൺ വാങ്ങിയില്ലെങ്കിലും കയ്യിൽ പാറ്റേൺ വെട്ടി വെക്കുവാണെങ്കിൽ നമുക്ക് എപ്പോഴും കൊണ്ട് തരുന്നവരുടെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തയ്ക്കാൻ പറ്റും. വീണ്ടും അളവെടുത്ത് മുറിച്ച് എടുത്തൊക്കെ വരുന്ന സമയത്തിന് നമുക്കത് തയ്ച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തിയാണ്. അടുത്ത വേറൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ ഗുഡ് ബൈ.